നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി 2019 ആവർത്തിക്കുക ബി.ജെ.പിക്ക് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എം.പിയുമായ ഡോക്ടർ ശശി തരൂർ. 2019 ആവർത്തിക്കുക ബി.ജെ.പിക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും. 2019 തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും ബി.ജെ.പി ഉയർന്ന നിലയിലെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ABP നെറ്റ്വർക്കിൻ്റെ ഐഡിയാസ് ഓഫ് ഇന്ത്യ ഉച്ചകോടി 3 സഹകരണ ഫെഡറലിസത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു തരൂർ. 2019 അവർ ഉയരത്തിലായിരുന്നു. ഇത്തവണ താഴേക്ക് പോകും എന്നല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ല. എത്രത്തോളം താഴോട്ട് പോകും എന്നത് പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം ഫലപ്രദമാകുന്നത് പോലെയിരിക്കും. 2019 ഹിന്ദി ഹൃദയഭൂമിയിലടക്കം ബി.ജെ.പി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ എല്ലാ സീറ്റുകളിലും മധ്യപ്രദേശിലും കർണാടകയിലും ഒന്നൊഴികെ മറ്റെല്ലാ സീറ്റുകളും നേടി. ബംഗാളിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ബി.ജെ.പി സീറ്റുകൾ നേടി. ബി.ജെ.പിയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുമായിരിക്കും. എന്നാൽ 2019 സമ്പൂർണ്ണമായി ആവർത്തിക്കാൻ അവർക്ക് കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഒറ്റയ്ക്ക് 370 സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു ശശി തരൂർ. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 100 സീറ്റ് കടക്കില്ലെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വ്യക്തമാക്കിയിരുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ അമേഠിയിൽ നടന്ന റാലിയിലായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത്. 400 സീറ്റ് നേടുക എന്ന ബി.ജെ.പിയുടെ പദ്ധതി നടക്കില്ലെന്നും ഇത്തവണ അധികാരത്തിൽ നിന്ന് അവർ പുറത്താകുമെന്നും ഖാർഗെ അവകാശപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 370 NDA 400 സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം പറയുന്നതിനിടെയായിരുന്നു ഖാർഗെയുടെ ഈ പരാമർശം. പദ്ധതികളെല്ലാം കോൺഗ്രസ് തടഞ്ഞുവെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ എത്തുമ്പോൾ പ്രധാനമന്ത്രി പറയുക. എന്നാൽ നിങ്ങൾ ഇപ്പോൾ എന്തു ചെയ്യുകയാണെന്നാണ് എനിക്കവരോട് ചോദിക്കാനുള്ളത്. ജനങ്ങൾ ഇതിനെല്ലാം തക്കതായ മറുപടി നൽകും. രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഠിനാധ്വാനം ചെയ്ത മണ്ണാണിതെന്നും അമേഠിയിലെ ജനങ്ങൾക്ക് ഗാന്ധി കുടുംബവുമായി ആഴത്തിലുള്ള ബന്ധമാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജനത്തിൽ ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി 4 സീറ്റുകളിലും കോൺഗ്രസ് 3 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് ധാരണ. ഒരു സീറ്റിനെ ചൊല്ലി ഇരു പാർട്ടികളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു എങ്കിലും ഇപ്പോൾ അതും പരിഹരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. നോർത്ത് വെസ്റ്റ് സീറ്റിലായിരുന്നു തർക്കമുണ്ടായിരുന്നത്. പകരം കിഴക്കൻ ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തും. നേരത്തെ ആം ആദ്മി പാർട്ടി നോർത്ത് വെസ്റ്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ സീറ്റ് തൻ്റെ അക്കൗണ്ടിൽ വരണമെന്ന് ആഗ്രഹിച്ചതാണ് തർക്കം നീളാൻ കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 3 സീറ്റുകളാണ് ചാന്ദിനി ചൗക്ക്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് ഡൽഹി. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്ന 4 സീറ്റുകളാണ് ന്യൂഡൽഹി, സൗത്ത് ഡൽഹി, വെസ്റ്റ് ഡൽഹി, ഈസ്റ്റ് ഡൽഹി എന്നീ ഇടങ്ങൾ.